വരവൂർ സ്വദേശിയായ സേതുമാധവൻ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ ഒരു ഉദ്യാനമുണ്ടാക്കി ശ്രദ്ധേയനാവുകയാണ്. വരവൂർ സ്വദേശി കിഴക്കൂട്ട് സേതുമാധവന്റെ വീട്ടിലെത്തിയാൽ ആരുമൊന്ന് ആശ്ചര്യപ്പെടും. എത്ര മനോഹര കാഴ്ചകളാണ് ഇവിടെയുള്ളത്. പല വീടുകളിലും പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിലും സേതുമാധവന്റെ ഉദ്യാനത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. ഇവിടെ കാണുന്ന ഒന്നും പണം ചിലവഴിച്ച് വാങ്ങിച്ചു കൂട്ടിയതല്ല. ഉപയോഗം കഴിഞ്ഞാൽ നാം വലിച്ചെറിയുന്ന പലതരം വസ്തുക്കളാണ് ഇവിടെ സേതുമാധവന്റെ കരവിരുതിൽ മനോഹരമാക്കി ഒരുക്കിയിരിക്കുന്നത്. തന്റെ വീടിന്റെ മുൻവശം മുഴുക്കെ പാഴ്വസ്തുക്കളാൽ തീർത്ത ചെടിച്ചട്ടി, കിളികൾ, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങിയ അലങ്കാരങ്ങളാണ്. കൊറോണ കാലത്ത് പാഴ്വസ്തുക്കൾ സംരക്ഷിച്ചു തുടങ്ങിയതാണ് ഈ വിനോദം. ഈ പരുന്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ, ഈ ഫയലുകളുടെ ഇതുകളെല്ലാം വേസ്റ്റായി ഒഴിവാക്കുന്ന നമ്മുടെ ഓഫീസുകളിൽ നിന്നെല്ലാം ഒഴുകുന്ന ഫയലുകളുടെയാണ്. ഈ ഫയലുകളെല്ലാം കൊണ്ടുവന്ന് വൃത്തിയാക്കി കഴുകി എടുത്തതിന് ശേഷം കട്ടിങ് ചെയ്ത് അതിൻ്റെ ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ എല്ലാ ഷീറ്റുകളും, ഇതെല്ലാം ഷീറ്റുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ തെർമോക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആയിട്ട് വെച്ചിരിക്കുന്നത് തെർമോക്കോളാണ്. ഇത് LED ബൾബാണ്, വലിയ LED ബൾബ്. ഈ LED ബൾബ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇത് ചെറുതാക്കി എടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ട് ഇനി കൊക്കെല്ലാം നമ്മൾ ശരിയായിട്ടുള്ള ഇതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ടെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാം ഒന്നും ഇതിൽ നമ്മൾ പുതിയതായിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വേറിട്ട കാഴ്ചകൾ കാണാൻ നിരവധി ആളുകളും സേതുമാധവന്റെ വീട്ടിൽ എത്തുന്നുണ്ട്. ഇത് അക്വേറിയമാണ്. അക്വേറിയം എന്ന് പറഞ്ഞാൽ ഇതിൽ മീനെ വളർത്തുന്നുണ്ട്. ഇതും ഇതേമാതിരി തന്നെ വേസ്റ്റ്, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ വേസ്റ്റ് ഇതാണ്. പണ്ടത്തെ ബയോഗ്യാസിൻ്റെ ഒരു സാധനമാണ്, അതിൻ്റെ അടിഭാഗമാണ്. അത് കട്ട് ചെയ്തെടുത്ത് അതിലുള്ള ഹോൾസെയിലിനെ മടക്കി കഴിഞ്ഞിട്ട് ഇതിൽ ഗപ്പി എന്ന് പറഞ്ഞ മീനുകളെ ഇട്ടുണ്ട്. ആ മീനുകളെ വളർത്തുന്നു. ഇതെല്ലാം ഇതെല്ലാം ഉപയോഗശൂന്യമായ പൈപ്പുകളാണ്. ആ പൈപ്പുകളെ കൊണ്ടുവന്ന് അതിൽ മോട്ടോർ വെച്ച് പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതേമാതിരി 1-2 ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അതേമാതിരി തന്നെയാണ്. ഇതും വേസ്റ്റുകളാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. രണ്ടേൻ്റെ അറിയില്ല, പ്ലാസ്റ്റിക്കിൻ്റെയാണ് കൊണ്ടുവന്ന് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ എല്ലാം ഡിസൈൻ ചെയ്തിട്ടാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഉപകരണങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണതല്ല. കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെല്ലാം ചെടികൾ വെച്ച് നല്ല രീതിയിൽ എല്ലാം അതേമാതിരി ഈ മുളയുടെ രൂപം കണ്ടില്ലേ, അത് മുളയല്ല, അത് ശരിക്ക് ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് മുളയുടെ രൂപത്തിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. വിവിധതരം കുപ്പികൾ ശേഖരിച്ച് ഇവയിലും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് പുതുമ സൃഷ്ടിക്കുന്നുണ്ട് സേതുമാധവൻ. ചീനഭരണി, മൺഭരണി എന്നിവയിൽ ചിത്രങ്ങൾ വരച്ച് ചേർത്ത് കമനീയമാക്കി വെച്ചതും കാഴ്ചയ്ക്ക് കൗതുകമാണ്. കൂടാതെ മീൻ വളർത്തുന്ന അക്വേറിയം വരെ വീടിന് മുന്നിൽ പാഴ്വസ്തുക്കളാൽ ഒരുക്കിയിട്ടുണ്ട് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ഈ 62-കാരൻ. മനോഹര ഉദ്യാനവും മറ്റും ഒരുക്കുന്നതിനേക്കാളേറെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ എങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന വലിയ സന്ദേശം സമൂഹത്തിന് നൽകുക കൂടിയാണ് സേതുമാധവന്റെ ലക്ഷ്യം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.